എന്നില്ല, അതുവരെ നമ്മൾ ഷെയ്ഡിങ്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിവിടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ജെൽ പെൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്താൽ ഒന്നുകൂടി നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഫീലിങ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, എപ്പോഴും നമ്മൾ റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൂടെ വളരെ സമയമെടുത്ത് മാത്രം ചെയ്യുക. വളരെ സമയമെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് ഞാൻ ചെയ്യുന്ന പോലെ വളരെ സാവധാനം ചെയ്യുക. അതുപോലെ ബ്ലെൻഡ് ചെയ്യുക. എപ്പോഴും ഷെയ്ഡിങ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും ബ്ലെൻഡ് ചെയ്യുക. പിന്നെ റെഫറൻസ് പിക്ചറിൽ എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത്, എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത്, അത് നമ്മൾ നോക്കിയിട്ട് വളരെ സാവധാനം വേണം ഷെയ്ഡ് ചെയ്യാൻ. ഞാനിവിടെ HBയുടെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഷെയ്ഡ് കൊടുക്കുന്നത്. നമ്മൾ ലൈറ്റ് ടോണിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ലെയർ ബൈസ് ലെയറാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ടിഷ്യൂ പേപ്പറും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങൾ വളരെ സൂക്ഷിച്ച് നോക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മൾ പെൻസിലിനോട്ട് മാർക്ക് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഏതൊക്കെ ഡയറക്ഷനാണ് പോകുന്നത്. ഞാനിവിടെ പിരികത്തിൻ്റെ ഭാഗം വരികയാണ്. മുകളിലെ പിരികത്തിൻ്റെ ഡയറക്ഷൻ ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് നമ്മൾ നോക്കിയിട്ട് ആ ഡയറക്ഷനിൽ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. HBയുടെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ആ ഡയറക്ഷൻ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ വളരെ സാവധാനം വളരെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഒട്ടും ധൃതി കാണിക്കരുത്. വരയ്ക്കുമ്പോൾ വളരെ സാവധാനം വരച്ചെടുക്കുക. ഞാനിങ്ങനെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2B ലീഡ് അടങ്ങുന്ന മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി ഡാർക്ക്നെസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. പിരികത്തിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ ബ്രൂസ്റ്റോയുടെ 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി ഡാർക്ക്നെസ് കൂട്ടാനായി ഞാനിവിടെ പിരികത്തിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മളെപ്പോഴും നോക്കണം, പിരികത്തിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതൊന്നുകൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. ഹൈലൈറ്റ്സൊക്കെ ഇങ്ങനെ കൊടുത്തു. അതുപോലെ ചെറിയ ചെറിയ പിരികം ഉണ്ട്. കൺപോളകളുടെ പിരികം ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഡയറക്ഷൻ ഉള്ളത്. അതുപോലെ ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഒറിജിനാലിറ്റി കിട്ടും. ഒറിജിനാലിറ്റി ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുക. റിയലിസ്റ്റിക് ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് അല്ലേ? കാണാൻ തന്നെ ഒരു രസമുണ്ട്. ഇനി നമ്മൾ അടുത്ത കണ്ണിലേക്ക് കിടക്കുകയാണ്. സെയിം പ്രോസസ്സാണ് ഇവിടെയും ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ലെയർ ഞാൻ HB പെൻസിൽ വെച്ചിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നു. അതിനെ ഞാൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ മേക്കപ്പ് ബ്രഷ് ഉപയോഗിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ലെയർ ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിക്കുക. ഉറപ്പായിട്ട് അത് റീപ്ലൈ തരുന്നതായിരിക്കും. ട്യൂട്ടോറിയൽ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എനിക്ക് കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം. പിന്നെ അടുത്ത ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, വാട്ടർ കളർ വേണോ, പെൻസിൽ ഡ്രോയിങ് വേണോ, അതുപോലെ തന്നെ കളർ പെൻസിൽ ഡ്രോയിങ് വേണോ, ഏതാണ് വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ട്യൂട്ടോറിയൽ ഇടുന്നതായിരിക്കും. പിന്നെ ഞാനിവിടെ ഡാർക്കസ്റ്റിനായിട്ട് സെയിം ഞാൻ ബ്രൂസ്റ്റോയുടെ 8B പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബ്രൂസ്റ്റോയുടെ നല്ലൊരു കമ്പനിയാണ്, നല്ലൊരു കമ്പനി പെൻസിലാണ്. കുറച്ച് പൈസയുണ്ട്, പക്ഷേ നല്ലൊരു സ്റ്റാൻഡേർഡ് പെൻസിലാണ്. ഡാർക്ക്നെസ് വളരെ നല്ല ഡാർക്ക്നെസ് ആയിട്ട് കിട്ടും. ഷെയ്ഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയലിസ്റ്റിക് ഡ്രോയിങ്ങിന് ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ഫസ്റ്റ് ക്വാളിറ്റി പെൻസിലാണിത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്.
ഈ ഡ്രോയിങ് ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ കരുതുന്നു നല്ലൊരു ട്യൂട്ടോറിയൽ ആയിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ പുതുതായിട്ട് വന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നിരവധി ട്യൂട്ടോറിയലുകൾ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഡെയിലി അപ്ഡേറ്റ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഡ്രോയിങ്സാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നോട് അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോഴും ഞാൻ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്നാൽ കഴിയുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതുന്നു ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും, വൈകാതെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിലും കുറച്ച് മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പുതിയൊരു വീഡിയോ വരുന്നവർക്കും ടാറ്റ ബൈ ബൈ.